പാർട്ടിയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ ശ്രീമാൻ രാഹുൽ ഗാന്ധി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രധാന പ്രചാരകൻ എവിടെയാണ് എന്ന ചോദ്യം ഓരോ ഇന്ത്യക്കാരന്റെ മനസ്സിലും ഉയരുകയാണ്. രാജ്യത്തെ പൊടിയും ചൂടും നിറഞ്ഞ തിരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്നും മാറി മലേഷ്യയിലെ സുഖശീതളിമയിൽ അദ്ദേഹം ഇടവേള എടുക്കുന്നു എന്ന വാർത്ത ലോകം ഞെട്ടലോടെയാണ് കേട്ടത്. ഇത് കേവലം ഒരു അവധിക്കാല യാത്രയായി കാണാൻ സാധിക്കുമോ, അതോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഈ ഘട്ടത്തിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു നേതാവ് മുങ്ങുന്നതിന് പിന്നിൽ മറ്റു പല ദുരൂഹതകളുമുണ്ടോ? ഈ ചോദ്യം കേവലം രാഷ്ട്രീയ എതിരാളികളുടേതല്ല, മറിച്ച് ഓരോ വോട്ടറും സ്വയം ചോദിക്കേണ്ടതാണ്. നിങ്ങളുടെ നേതാവിന് നിങ്ങളോടുള്ള പ്രതിബദ്ധത എത്രത്തോളമുണ്ട്? ഈ വിഷയത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വിവാദപരമായ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. പാർട്ടിയുടെ ഭാവി തുലാസിൽ. വിഷയം ഇതാണ്. ഒരു വശത്ത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുകയാണ്. ഓരോ വോട്ടും നിർണായകമാകുന്ന, ഓരോ നേതാവും വിയർപ്പൊഴുക്കുന്ന ഒരു സമയം. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യക്ക്, പ്രത്യേകിച്ചും കോൺഗ്രസിനും RJDക്കും ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. തേജസ്വി യാദവിനൊപ്പം ചേർന്ന് രാഹുൽ ഗാന്ധി നയിച്ച വോട്ടർ അധികാർ യാത്ര എന്ന 2 ആഴ്ചത്തെ പദയാത്ര സെപ്റ്റംബർ 1 അവസാനിച്ചതേ ഉള്ളൂ. അതിന്റെ ആവേശം ജനങ്ങളിൽ നിന്ന് മായും മുമ്പ് ആ ഊർജം വോട്ടാക്കി മാറ്റേണ്ട തന്ത്രങ്ങൾ മെനയേണ്ട സമയത്ത് നമ്മുടെ നേതാവ് എവിടെയാണ്? അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, അദ്ദേഹം ഇന്ത്യയിലില്ല. ബീഹാറിലെ പൊടിയും ചൂടും നിറഞ്ഞ രാഷ്ട്രീയ ഗോതയിലല്ല, മറിച്ച് മലേഷ്യയുടെ സുഖശീതളിമയിൽ ഒരു ഇടവേളയിലാണ്. BJPയുടെ IT സെൽ മേധാവി അമിത് മാളവിയ ഇത് സംബന്ധിച്ച് എക്സിൽ പോസ്റ്റ് ഇട്ടതോടെയാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത്. നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിന്റെ നടുവിൽ വെച്ച് ഒരു പാർട്ടിയുടെ പ്രധാന പ്രചാരകൻ എന്തിനു വേണ്ടിയാണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വിദേശത്തേക്ക് മുങ്ങുന്നത്? അമിത് മാളവിയുടെ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ബീഹാർ രാഷ്ട്രീയത്തിലെ ചൂടും പൊടിയും കോൺഗ്രസ് യുവരാജന് അമിതമായി തോന്നിയതുപോലെയാണ്. ഇതുകൊണ്ടാകാം ഒരു ഇടവേളയ്ക്ക് വേണ്ടി തിരക്ക് കൂട്ടിയത്. അതോ ആരും അറിയാൻ പാടില്ലാത്ത വല്ല രഹസ്യ കൂടിക്കാഴ്ചകളിൽ ഒന്നാണോ ഇത്? ഈ ചോദ്യം കേവലം ഒരു രാഷ്ട്രീയ ആരോപണമല്ല. ഇന്ത്യൻ ജനത, പ്രത്യേകിച്ചും കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പോലും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. ഇവിടെയാണ് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പക്വതയില്ലായ്മയെ, അദ്ദേഹത്തിന്റെ കുട്ടിക്കളികളെ വീണ്ടും വീണ്ടും ഓർക്കേണ്ടി വരുന്നത്. അതായത് ഇതൊരു പുതിയ സംഭവമാണോ? ഒരിക്കലും അല്ല, ഇതൊരു തുടർക്കഥയാണ്. രാജ്യം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഏറ്റവും അനിവാര്യമാകുമ്പോഴൊക്കെ ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷനാകുന്ന ശീലം രാഹുൽ ഗാന്ധിക്ക് പണ്ടേ ഉണ്ട്. ഓർക്കുന്നില്ലേ, 2015 ബജറ്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് 56 ദിവസം അദ്ദേഹം എവിടെയായിരുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. പിന്നീട് എപ്പോഴാണ് തിരിച്ചു വന്നത്? താൻ ആത്മപരിശോധനയിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു ദേശീയ പാർട്ടിയുടെ അമരത്തിരിക്കാൻ തയ്യാറെടുക്കുന്ന നേതാവാണോ പാർലമെന്റ് സമ്മേളനം ബഹിഷ്കരിച്ചുകൊണ്ട് ആത്മപരിശോധനയ്ക്ക് വേണ്ടി പോകുന്നത്? ഇതിനെയാണോ രാഷ്ട്രബോധം എന്ന് പറയുന്നത്? സ്വന്തം രാജ്യത്തോടും തന്നെ വിശ്വസിക്കുന്ന ജനങ്ങളോടുമുള്ള കടമയെക്കുറിച്ചുള്ള ബോധം അദ്ദേഹത്തിന് പണ്ടേ ലവലേശമില്ല, അടുത്തുകൂടെ പോലും പോയിട്ടില്ല. രാഷ്ട്രീയം അദ്ദേഹത്തിന് ഒരു 9 to 5 ജോലിയും അല്ലെങ്കിൽ മറിച്ച് ഇഷ്ടമുള്ളപ്പോൾ വരാനും പോകാനും സാധിക്കുന്ന ഒരു ഹോബിയൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു അവധിക്കാല വിനോദം. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വന്ന് 2 പ്രസംഗം പറയും, യാത്ര നടത്തും, എന്നിട്ട് ക്ഷീണം മാറ്റാൻ വേണ്ടി വിദേശത്തേക്ക് അങ്ങ് ഒരു പറക്കലാണ്. ഇതാണ് ഒരു പ്രധാനമന്ത്രിയാകാൻ സ്വപ്നം കാണുന്ന, ഭാവിയുടെ പ്രധാനമന്ത്രി എന്ന് പലരും മുദ്ര കുത്തിയ നേതാവിന്റെ ലക്ഷണം. സത്യസന്ധമായി പറഞ്ഞ ഇന്ത്യൻ പാർലമെന്റിന്റെ പടി ചവിട്ടാനുള്ള യോഗ്യത പോലും രാഹുൽ ഗാന്ധിക്കില്ല. അതെ, ഞാൻ ആവർത്തിക്കുകയാണ്, ലോക്സഭാംഗമായി ഇരിക്കാനുള്ള ധാർമ്മികമായ യോഗ്യത പോലും അദ്ദേഹത്തിനുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ലക്ഷക്കണക്കിന് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു MP-ക്ക് എങ്ങനെയാണ് ഇത്ര നിസ്സാരമായി തന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ സാധിക്കുന്നത്? ഇതിനെല്ലാം കൂടി ആകെ ഒരു ഉത്തരമേ ഉള്ളൂ: കുടുംബവാഴ്ച. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ കഴിവുറ്റ പ്രഗത്ഭരായ എത്രയോ അധികം നേതാക്കളുണ്ട്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തൊട്ടറിഞ്ഞ, താഴെത്തട്ടിൽ നിന്നും പ്രവർത്തിച്ച് വളർന്നു വരുന്നവർ. എന്നാൽ അവരെ എല്ലാം തടഞ്ഞ് ഒതുക്കി മാറ്റി ഒരു യോഗ്യതയും ഇല്ലാത്ത, കേവലം നെഹ്റു കുടുംബം എന്ന കുടുംബ പേരിന്റെ ബലത്തിൽ മാത്രം നേതൃത്വത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ പല കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം അവയോട് മൗനം പാലിക്കുന്നതാണ് പലപ്പോഴും വലിയ വലിയ വിമർശനങ്ങൾക്കും സംശയങ്ങൾക്കൊക്കെ വഴിവെക്കുന്നത്. കള്ളത്തരങ്ങൾ ഒളിപ്പിക്കാനുള്ള രക്ഷാകവചമല്ല മൗനം. മൗനം സമ്മതം തന്നെയാണ്. ഈ വാചകം രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ എത്രത്തോളം പ്രസക്തമാണെന്ന് പരിശോധിക്കാം. രാഹുൽ ഗാന്ധി ബ്രാഹ്മണനാണെന്ന് അവകാശപ്പെട്ട് പൂണൂല് ധരിച്ച് ക്ഷേത്രങ്ങളിൽ പ്രവേശിച്ച സംഭവം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. എന്നാൽ ബ്രാഹ്മണ സമൂഹത്തിൽ
സമൂഹത്തിൽ നിന്ന് തന്നെ ഈ അവകാശവാദം പരിഹാസത്തോടെ തള്ളിക്കളഞ്ഞു. കാരണം ഒരാൾ ബ്രാഹ്മണനാകണമെങ്കിൽ അച്ഛനും അമ്മയും ജന്മന ബ്രാഹ്മണരായിരിക്കണം. രാഹുൽ ഇതുവരെ ഈ വിഷയത്തിൽ വ്യക്തമായൊരു വിശദീകരണം നൽകിയിട്ടില്ല. ദേശീയതയും പൗരത്വവും, അതായത് ഇതിനെ സംബന്ധിച്ച ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ്. അമ്മ സോണിയാഗാന്ധി ജന്മം കൊണ്ട് ഇറ്റാലിയൻ പൗരയാണ്. ഇറ്റാലിയൻ പൗരത്വ നിയമപ്രകാരം ജന്മന ഇറ്റാലിയൻ പൗരനായ ഒരാൾ മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിച്ചാലും ഇറ്റാലിയൻ പൗരത്വം നഷ്ടമാകില്ല. ഇറ്റാലിയൻ പൗര ലോകത്തെവിടെയും പ്രസവിച്ചാലും അവരുടെ മക്കളൊക്കെ ഇറ്റാലിയൻ പൗരന്മാരായിരിക്കും. അതുകൊണ്ട് രാഹുൽ ഇപ്പോഴും ഇറ്റാലിയൻ പൗരനാണ് എന്ന് ആരോപണങ്ങളുണ്ട്. രാഹുൽ ഇറ്റാലിയൻ പൗരത്വം ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. അതായത് ഇതിനെക്കുറിച്ചും അദ്ദേഹം മൗനം പാലിക്കുകയാണ്. കൂടാതെ രാഹുൽ ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ചതായി ചില രേഖകൾ വെളിയിൽ വന്നതും അതുമായി ബന്ധപ്പെട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുന്നതും ഈ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. താൻ ബ്രിട്ടീഷ് പൗരനല്ല എന്ന് തെളിയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? വ്യക്തിജീവിതത്തിലെ ദുരൂഹതകൾ തന്നെയല്ലേ ഇതെല്ലാം? രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകൾക്ക് പിന്നിലെ ദുരൂഹതകളെ കുറിച്ച് ബംഗ്ലാദേശിലെ ബ്ലിറ്റ്സ് പത്രം ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. രാഹുലിന് ഭാര്യയും 2 മക്കളും ഉണ്ടെന്നും അവരുടെ പശ്ചാത്തലം വ്യക്തമല്ലെന്നും പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ആരോപണങ്ങളെ കുറിച്ച് രാഹുലോ കോൺഗ്രസോ ഇതുവരെ ഒറ്റ പ്രതികരണം പോലും നൽകിയിട്ടില്ല. ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതം സുതാര്യമായിരിക്കണം എന്നാണ്. ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ഒന്നും മിണ്ടാത്തത് കൂടുതൽ സംശയങ്ങൾക്കാണ് വഴിവെക്കുന്നത്. വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് മയക്കുമരുന്നുമായി രാഹുൽ അമേരിക്കയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടെന്നും സോണിയയുടെ അപേക്ഷ മാനിച്ച് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നുമുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളെയും രാഹുൽ ഗാന്ധി നിഷേധിച്ചിട്ടില്ല. ഈ ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയാതെ മൗനം പാലിക്കുന്നത് യഥാർത്ഥത്തിൽ അവ അംഗീകരിക്കുന്നതിന് തുല്യമാണ്. ഒരു രാജ്യത്തിന്റെ ഭാവി നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവിന് തന്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചും പൗരത്വത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ ബാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു നേതാവ് എന്നത് കേവലം ഒരു പദവിയല്ല, അതൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. രാവും പകലും ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരാൾ. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഈ ഉത്തരവാദിത്വ ബോധം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ബീഹാറിലെ ദരിദ്രരായ ജനങ്ങൾ തങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരുടെ നേതാവ് എന്ന് അവകാശപ്പെടുന്ന സ്വയം പ്രഖ്യാപിതനായ നേതാവ് വിദേശത്ത് അവധിക്കാലം ആഘോഷിക്കുന്നത് ഒരു സാധാരണ സംഭവമായി നമ്മൾ എങ്ങനെ കാണും? ഇത് ജനങ്ങളോടുള്ള വഞ്ചനയാണ്. അതുകൊണ്ട് അടുത്ത തവണ കോൺഗ്രസിന് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് ഒന്ന് ചിന്തിക്കുക. താഴെത്തട്ടിലുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ ആത്മാർത്ഥതയെ നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാനാകില്ല. പക്ഷേ നിങ്ങൾ ആരെയാണോ നേതാവായി കാണുന്നത് ആ നേതാവിന് നിങ്ങളോട് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്? തിരഞ്ഞെടുപ്പ് ജയിച്ചാൽ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമോ? അതോ അടുത്ത ഇടവേളയ്ക്ക് വേണ്ടി അടുത്ത അവധിക്കാലം ആഘോഷിക്കാനായി വിദേശത്തേക്ക് പറക്കുമോ? ബീഹാറിലെ ജനങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ ഓരോ പൗരനും നമ്മളടക്കം ഈ ചോദ്യം സ്വയം ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കുട്ടിക്കളി മാറാത്ത, ഗൗരവബോധമില്ലാത്ത, കുടുംബ മഹിമയുടെ തണലിൽ മാത്രം രാഷ്ട്രീയം കളിക്കുന്ന ഒരാളെയാണോ ഇന്ത്യയുടെ ഭാവിയുടെ ഭാഗമാക്കേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കണം. രാഹുൽ ഗാന്ധിയുടെ ഈ മലേഷ്യൻ യാത്ര ഒരു യാത്രയല്ല, മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തോടും അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ജനങ്ങളോടുമുള്ള ഒരു തുറന്ന പരിഹാസമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.